അത് മനസ്സിലായില്ലേ? ഒരു എം എൽ എയേക്കാൾ CPM-ൻ്റെ ഒരു MLA-യേക്കാൾ പവർഫുള്ളാണ് അജിത് കുമാർ എന്ന് നമുക്ക് മനസ്സിലായില്ലേ? ആ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഫിയറാണത്. അജിത് കുമാറിൻ്റെ പവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഫിയറാണ്. ആ ഫിയർ ഏതെല്ലാം കേസുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നമുക്കതിന് മുന്നിലുണ്ടല്ലോ. സ്വപ്നയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കേസില്ലേ? എന്താ അജിത് കുമാറിൻ്റെ റോഡ്? ഞാനല്ലാതെ അജിത് കുമാറിൻ്റെ വീടും സ്ക്വയർ ഫീറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അജിത് കുമാർ അന്വേഷിക്കുന്ന കേസുകൾ നോക്കൂ. ആ പൂട്ടട്ടെ, ഞങ്ങളല്ലേ ഇത് അലിഗേഷൻ ഉന്നയിക്കുന്നത്. അജിത് കുമാർ പൂട്ടാൻ നോക്കട്ടെ. അങ്ങനെയൊക്കെ പൂട്ടാൻ പറ്റുന്ന ആളുകളാണ്. അജിത് കുമാറിനെ ഫിയർ പിണറായി വിജയനേ ഉള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയത്തിനകത്താണ് ഇടപെട്ടിട്ടുള്ളത്? ഏത് വിഷയത്തിനകത്താണ്? നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ടല്ലോ. അജിത് കുമാർ ഇടപെട്ട വിഷയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ ഏറ്റവും അധികം പ്രതിരോധിക്കുന്ന വിഷയം ആ വിഷയമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തെ ആളുകൾ നടത്തുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, തെളിവുകൾ സഹിതം പുറത്തു വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പം നോക്കൂ. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് തെളിവോട് കൂടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്? എന്താ ഞാനായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച രേഖകളാണോ? നിയമസഭാ ചോദ്യവും എഗ്രിമെന്റിന്റെ കോപ്പിയും വെച്ചാൽ തന്നെ ബോധ്യം. സാധാരണ ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തന നിലയിൽ നിങ്ങൾ ഒരു അഴിമതി പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വലിയ അതിന് പിന്നിൽ എനർജിയും ഇൻവെസ്റ്റ്മെന്റും നിങ്ങളുടെ അന്വേഷണവും ഒക്കെ നടത്തണം. ഇതൊരു വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്ന ഒരു എഗ്രിമെന്റ് കോപ്പി കൊണ്ടും നിയമസഭാ ചോദ്യം കൊണ്ടും റിവീൽ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള അഴിമതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P. ശശിയെ പോലെ ഒരു ഹാബിച്വൽ ഒഫൻഡർ ചെയ്യുകയാണ്. അയാളാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ എതിരെ വ്യക്തിപരമായി കേസുകൾ എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. പൊളിറ്റിക്കൽ വെണ്ടേറ്റയല്ലേ, അത് വ്യക്തിപരമാക്കുകയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ക്യാരി ചെയ്തിരുന്ന ഒരു ആക്ഷേപം ഇന്ന് നിങ്ങളിലൂടെ തന്നെ വിവരം കിട്ടുകയാണ്. അതൊരു പൊളിറ്റിക്കൽ വെണ്ടേറ്റയായിരുന്നു. സത്യം തെളിയിക്കപ്പെടുന്നതിനകത്ത് സന്തോഷമുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും അജിത് കുമാറിലേക്ക് കേന്ദ്രീകരിച്ചാണ് പാർട്ടി. ഇപ്പം ഇന്നലെ ആണെങ്കിലും പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ P. ശശിക്കെതിരെ യാതൊരു നടപടിയോ സംസാരമോ പാർട്ടി നടത്തുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രി നടപടി എടുക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പുഴുക്കുത്ത് പുറത്തു പോയോ? ആ പുഴുവൊന്ന് ആട്ടിയപ്പോഴത്തേക്കിന് മുഖ്യമന്ത്രിക്ക് വല്ലാതെ ചൊറിഞ്ഞിട്ട് പുഴുവിനെ സംരക്ഷിക്കല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്. പോട്ടെ, എല്ലാം പോട്ടെ, അജിത് കുമാർ പോട്ടെ, സുജിത് ദാസിനെതിരായിട്ട് നടപടി എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് പറയുമ്പോൾ ശശിയൊക്കെ എത്ര വലിയ തിമിംഗലങ്ങളാണ്. സുജിത് ദാസൊക്കെ അതിനകത്ത് ഏറ്റവും പരൽ മീനുകളല്ലേ. സുജിത് ദാസിനെ തൊടാൻ ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രി P. ശശിക്കെതിരെ നടപടി എടുക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട്. P. ശശിക്കെതിരെ നടപടി എടുത്താൽ P. ശശിക്ക് പലതും പറയാനുണ്ടാകും. EP ജയരാജനല്ലല്ലോ P. ശശി. EP ജയരാജനോട് മാറിയിക്കാൻ പറയാം, കുഴപ്പമില്ല. പക്ഷെ P. ശശിക്കെതിരായിട്ട് ഒന്നാലോചിച്ച് നോക്ക്. EP ജയരാജൻ മുഖ്യമന്ത്രിയുടെ സമകാലികനായിരുന്ന ഒരാൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ, അവർ തമ്മിൽ തെറ്റുമ്പോൾ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ വളരെ ജൂനിയറായ P. ശശി, സേനയിലെ വളരെ ജൂനിയർ ഓഫീസറായ സുജിത് ദാസ്, സേനയിലെ ഓഫീസറായ അജിത് കുമാർ, ഇവർക്കൊക്കെ എതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര പേടി? ആ പേടി അന്വേഷിക്കണ്ടേ? അല്ല, ഇവരൊക്കെ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും സംരക്ഷിക്കേണ്ടി വരുന്നത് ഈ സംരക്ഷിക്കേണ്ടവരുടെ കൊള്ളരുതായ്മകൾ ഇവർക്കറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര വലിയ കൊള്ളരുതാത്ത ഒരാൾ, അയാൾ സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഈ സംരക്ഷിക്കുന്നവരുടെ എന്തൊക്കെയോ കൊള്ളരുതായ്മകൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, അല്ലാതെ നോട്ട് ഓൺ ദ ബേസ് ഓഫ് മെറിറ്റ് അല്ലേ? നോക്കൂ, തൃശ്ശൂർ പൂരം കലക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന് K. മുരളീധരൻ മാത്രമല്ല പറയുന്നത്. അവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുനിൽകുമാറും പറയുകയാണ്. സുനിൽകുമാർ കത്ത് കൊടുക്കുകയാണ്, 1 മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുന്ന റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞിട്ട് 4 മാസമായിട്ട് റിപ്പോർട്ടില്ലെന്ന്. ആ റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ BJPക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ച റിപ്പോർട്ടാണത്. BJPക്ക് 2 സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ. തിരുവനന്തപുരവും തൃശ്ശൂരും കൊടുക്കാൻ തീരുമാനിച്ചു. തൃശ്ശൂർ കൊടുത്തു. തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തുന്ന ആ സംഭവം അതെത്രമാത്രം ആ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്?
സുരേഷ് ഗോപിക്ക് അനുകൂലമായ തൃശ്ശൂർ പൂരത്തെ കൺവേർട്ട് ചെയ്ത് കൊടുത്തില്ലേ? ഇനി ആ വിഷയത്തിനകത്ത് സംസ്ഥാന പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ? നടപടി പിന്നെ റിപ്പോർട്ട് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. എന്താ ആശങ്കയില്ലാത്തത്? BJP ജയിക്കാൻ സഹായകമായ ഒരു നടപടി കേരള പോലീസിൽ നിന്നുണ്ടായ ഒരു വിഷയത്തിനകത്ത് റിപ്പോർട്ട് വരാത്തതിനകത്ത് മുഖ്യമന്ത്രിക്ക് ആശങ്ക പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതും തൃശ്ശൂർ പൂരം കലക്കാൻ കൊടുത്തതും കൊട്ടേഷനായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. യൂണിഫോംഡ് ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് നേടിയ നക്ഷത്ര ചിഹ്നങ്ങൾ വെച്ച കൊടിസുനിമാരാണ് ഇവരൊക്കെ.